ഞങ്ങൾ പറയുന്നത് കഴിഞ്ഞ ജൂൺ മാസം 6-ാം തീയതി കാലിക്കറ്റ് സർവകലാശാലയിൽ ഒരു സിൻഡിക്കേറ്റ്, നോമിനേറ്റഡ് സിൻഡിക്കേറ്റ് രൂപീകരിച്ചിരുന്നു. 6 പേരടങ്ങുന്ന നോമിനേറ്റഡ് സിൻഡിക്കേറ്റാണ്. ഇതേ ഗവൺമെന്റാണ് ആ പ്രപ്പോസൽ കൊടുത്തത്. ഇതേ ചാൻസലറാണ് അല്ലെങ്കിൽ ഇതേ ഗവർണറാണ് ഗവൺമെന്റ് കൊടുത്ത ആ സജഷൻസ് ഇതേ ഗവർണറാണ് അപ്രൂവൽ ചെയ്തത്. ഈ ചാൻസലറായിട്ടുള്ള ഗവർണറാണ്. അതിൽ 2 പേർ, ഒരാൾ DYFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്, ഒരാൾ CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സർവകലാശാലയിലെ സിൻഡിക്കേറ്റിനെ രാഷ്ട്രീയവൽക്കരിക്കരുത്, ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്. അന്ന് SFIയെ ഞങ്ങൾ കണ്ടിട്ടില്ല. അന്ന് CPM ഇതിനെ ചുവപ്പുവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, സർവകലാശാലയെ ചുവപ്പുവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഞങ്ങൾ നടത്തിയ സമര പോരാട്ടങ്ങളിൽ, ഞങ്ങൾ നടത്തിയ പ്രതിഷേധങ്ങളിൽ SFIയെ ഞങ്ങൾ കണ്ടില്ല, ഇവിടുത്തെ ഇടതുപക്ഷത്തെ ഞങ്ങൾ കണ്ടില്ല. എന്നാൽ ഇന്ന് 20 സെനറ്റ് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്തപ്പോൾ അതിൽ 4 പേർ സംഘപരിവാറാണ് എന്ന് പറഞ്ഞ് SFI സമരം നടത്തുമ്പോൾ ഞങ്ങൾ പറയുന്നത് ഈ 2 സമരത്തെയും ചേർത്ത് വായിക്കണം. ഒന്ന്, ഒരു കൂട്ടർ ഈ യൂണിവേഴ്സിറ്റിയെ, സെനറ്റിനെ, സിൻഡിക്കേറ്റിനെ കാവ്യവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. മറ്റൊരു കൂട്ടർ അതിനെ ചുവപ്പുവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. രണ്ടും ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണ് എന്നാണ് MSF പറയാൻ ആഗ്രഹിക്കുന്നത്. രണ്ടും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. ഒന്ന്, 20-ൽ 4 പേരെയാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ ഇപ്പോൾ ഗവർണർ നൽകിയിട്ടുള്ള ലിസ്റ്റിൽ ABVP പ്രവർത്തകരായി, RSS പ്രവർത്തകരായിട്ടുള്ളത്. എന്തുകൊണ്ടും എതിർക്കപ്പെടേണ്ടതാണ്, തള്ളിക്കളയേണ്ടതുമാണ്. എന്നാൽ ഇതേ ഗവർണർക്ക് നൽകിയിട്ടുള്ള സജഷനിൽ ഞങ്ങളുടെ കയ്യിൽ ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റിൽ നിന്ന് 20 പേരിൽ 18 പേരും CPMന്റെ SFIയുടെ പ്രവർത്തകന്മാരും നേതാക്കന്മാരുമായ ആളുകളെയാണ് ഈ ഗവൺമെന്റ് ഗവർണറിലേക്ക് നൽകിയിട്ടുള്ള സജഷൻസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കൈരളി ചാനലിന്റെ കോഴിക്കോട് യൂണിറ്റ് ഭാരവാഹി, കൈരളി ചാനലിന്റെ ഈ തിരുവനന്തപുരം ബ്യൂറോയിൽ നിന്നുള്ള പ്രതിനിധി, ദേശാഭിമാനി വീക്കിലിയുടെ എഡിറ്റർ, ദേശാഭിമാനിയുടെ പ്രതിനിധി എന്നിങ്ങനെ മാധ്യമ മേഖലയിൽ നിന്ന് പോലും കൃത്യമായി ഏത് മാധ്യമ പ്രവർത്തനത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ 18 പേർ ഇടതുപക്ഷത്തിന്റെ CPMന്റെ ഭാരവാഹികളോ നേതാക്കന്മാരോ ആയ ആളുകളാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഈ നടക്കുന്ന സമരം SFI ആത്മാർത്ഥമായി നടത്തുന്ന സമരമാണെങ്കിൽ ഞങ്ങൾ ഈ സർവകലാശാലയിൽ 90 കോടി രൂപ ദേശീയപാത അതോറിറ്റി നൽകിയിട്ടുള്ള 90 കോടി രൂപ ഗവൺമെന്റിലേക്ക് വഴിമാറ്റി ചെലവഴിക്കാൻ സിൻഡിക്കേറ്റ് തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ ഗവർണറെ കണ്ടു, ഗവർണർ മൗനിയായിരുന്നു. ഞങ്ങൾ VCയെ കണ്ടു, VC മൗനിയായിരുന്നു. 150 കോടി രൂപ സർവകലാശാല സിൻഡിക്കേറ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിക്ഷേപിക്കപ്പെട്ട തുക ട്രഷറിയിലേക്ക് മാറ്റാനും അതിൽ 2 കോടി രൂപ നഷ്ടം സഹിച്ചുകൊണ്ട് ഗവൺമെന്റിലേക്ക് കൊടുക്കാനും വേണ്ടി കഴിഞ്ഞ സിൻഡിക്കേറ്റ് തീരുമാനിച്ചു. ആ സമയത്ത് ഞങ്ങൾ ഗവർണർക്ക് പരാതി നൽകി, ഞങ്ങൾ VCയെ കണ്ടു. അപ്പോഴൊക്കെ ഇവർ ബായിമാരായിരുന്നു. ഇപ്പൊ ഇവർ തർക്കം ഉണ്ടായത് അധികാരം പങ്കുവെക്കുന്നിടത്ത് ഞങ്ങൾക്ക് കൂടുതൽ കിട്ടിയില്ല എന്ന കേവലമായ അധികാര തർക്കം മാത്രമാണ് സർവകലാശാലക്ക് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, ഇപ്പൊ നടക്കുന്ന സമരം, SFI നടത്തുന്ന സമരം കേവലം രാഷ്ട്രീയമായ സമരമാണ്, അതിൽ തർക്കമില്ല. ഞങ്ങൾ കേരളത്തിൽ ഒരുപാട് സമരങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിരിക്കുന്ന കഴിഞ്ഞ 8 വർഷക്കാലം നിരന്തരമായ സമരത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകന്മാരെ ഇതേ സർവകലാശാലയിൽ നിന്ന് തേഞ്ഞിപ്പലം പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിട്ടുണ്ട്. അവർ ഞങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു സമരത്തിൽ SFIയുടെ സെക്രട്ടറിയെ കൊണ്ടുപോകുമ്പോൾ നീ വായോ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ ഒരു പിതാവ് ഒരു ഉത്സവപ്പറമ്പിൽ ഈ ഉത്സവപ്പറമ്പിൽ വിൽക്കാൻ വെച്ച സാധനങ്ങൾക്ക് ഒരു കുട്ടി പ്രയാസം ഉണ്ടാക്കുന്ന പോലെ, കച്ചറ ഉണ്ടാക്കുന്ന പോലെ, അല്ലെങ്കിൽ വാശി പിടിക്കുമ്പോൾ ഒരു പിതാവ് വാത്സല്യത്തോടെ കൊണ്ടുപോകുന്ന പോലെ SFIയുടെ സെക്രട്ടറിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഞങ്ങൾ കൗതുകത്തോടു കൂടിയാണ് കഴിഞ്ഞ ദിവസം നോക്കുന്നത്. അപ്പോൾ ഇതൊരു നാടകമാണ്. പോലീസും SFIയും ചേർന്ന് ഒരു നാടകം കളിക്കുകയാണ്. ഗവർണർ നിലപാട് ഞങ്ങൾ ഗവർണറോട് വിയോജിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഗവർണർ നിലപാടിനോട് ഞങ്ങൾ മുഖം തിരിഞ്ഞു നിൽക്കുമ്പോൾ തന്നെ SFI എടുക്കുന്ന, CPM എടുക്കുന്ന നിലപാടും വിയോജിക്കപ്പെടേണ്ടതാണ്. കാവ്യവൽക്കരിക്കാനും ചുവപ്പുവൽക്കരിക്കാനും ഒരുപോലെ 2 കൂട്ടരും ശ്രമിക്കുന്നു എന്നാണ് MSF പറയുന്നത്.